ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി ഉത്സവ ദിനത്തിൽ ഗജമണ്ഡപ സമർപ്പണവും കളഭ അഭിഷേകവും കാഴ്ച ശ്രീവേലിയും പിറന്നാൾ സദ്യയും ശോഭയാത്രയും ചന്ദനച്ചാർത്തും ദീപാരാധനയും ചിങ്ങം 10 ആഗസ്റ്റ് മാസം 26-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ 12 മണി വരെയുള്ള സമയങ്ങളിൽ നടത്തപ്പെടുന്നു. ഗജമണ്ഡപ സമർപ്പണം വേണുഗോപാൽ വേമ്പള്ളിയും ഉഷ വേണുഗോപാലും ചേർന്ന് ഭദ്രദീപം കൊളുത്തി നിർവഹിക്കുന്നു. ദേവസ്വം പ്രസിഡന്റ് MK സ്റ്റാലിൻ, ദേവസ്വം മുൻ മാനേജർ PB രമേശൻ, ദേവസ്വം ട്രഷറർ TH ഷിബിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടക്കൊച്ചി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ആഗസ്റ്റ് 26-ാം തീയതി വെളുപ്പിന് 5 മണി തുടങ്ങി ക്ഷേത്ര കാര്യപരിപാടികളെല്ലാം തുടങ്ങി രാത്രി 12 മണി വരെയുള്ള മുഹൂർത്തത്തിലാണ് അന്നത്തെ അഷ്ടമിരോഹിണി അവസാനിക്കുന്നത്. അതിനോടനുബന്ധിച്ച് കളഭച്ചാർത്ത്, കളഭാഭിഷേകം, ചന്ദനച്ചാർത്ത് വിവിധ തരങ്ങളിലുള്ള വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട്. അന്നത്തെ ആ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഈ ഇടക്കൊച്ചി ഭാഗത്തെയും പള്ളുരുത്തി, പെരുമ്പടപ്പ് ഭാഗങ്ങളിലുള്ള ഭക്തജനങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങളോടുകൂടി ശ്രീകൃഷ്ണ സ്വാമിക്ക് ഒരു ഗജമണ്ഡപം, ഒരു ആനപ്പന്തൽ നിർമ്മിക്കുവാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അകമഴിഞ്ഞ് നാട്ടുകാരുടെ ഒരു സംഭാവന കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ഗജമണ്ഡപം ഞങ്ങൾക്ക് ഈ കമ്മിറ്റിക്ക് പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞത്. അതിൽ ഞങ്ങൾ ഈ കമ്മിറ്റിയും വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടുള്ള പരിപാടി വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുകയാണ്. 4 മണിക്ക് ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് VK സുവർണൻ അവരുടെ വസതിയിൽ നിന്നും ശ്രീകൃഷ്ണ ജയന്തി രാധാകൃഷ്ണന്മാർ വേഷവിധാനങ്ങൾ ധരിച്ച് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്ര ആരംഭിച്ച് 5 മണി 5:30 ക്ഷേത്രസന്നിധിയിൽ എത്തുന്നുണ്ട്. അതുകൂടാതെ ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള ഭക്തി നിർഭരമായിട്ടുള്ള മറ്റു ഘോഷയാത്രകളും ഇടക്കൊച്ചി ഭാഗത്തുനിന്നും പെരുമ്പടപ്പ് ഭാഗത്തുനിന്നും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര അങ്കണത്തിൽ വന്നു ചേർന്ന് വളരെ വിജയപ്രദമാക്കി തരുന്നുണ്ട്. ഇത്തവണ ഭക്തജനങ്ങൾ ഭഗവാന് പിറന്നാൾ സമ്മാനമായി ഒരു ഗജമണ്ഡപം പണിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യ, ഗംഭീരമായ പിറന്നാൾ സദ്യയാണ്. അതിനുശേഷം നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കളഭച്ചാർത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ നടത്തുന്ന അതേ രീതിയിൽ ആചാര അനുഷ്ഠാനങ്ങളോടെ, മന്ത്രധ്വനികളോടെ, അകമ്പടിയോടെ, താളമേളങ്ങളുടെയും അകമ്പടിയോടെ എല്ലാവിധ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ചന്ദനം, അകില്, പച്ചക്കർപ്പൂരം, പനനീര് തുടങ്ങി ഒരുപാട് ചേരുവകൾ ചേർത്ത്, ഔഷധക്കൂട്ടുകൾ ചേർത്ത് കളഭം ഉണ്ടാക്കി അത് ഭഗവാൻ അഭിഷേകം ചെയ്ത ശേഷം 1 മണിക്കൂർ നട തുറന്നിട്ടിരിക്കും. എല്ലാ ഭക്തജനങ്ങളും കണ്ടതിന് ശേഷം നട അടച്ച് വൈകിട്ട് ചന്ദനച്ചാർത്ത് നടത്തി ദീപാരാധന നടത്തുന്നതാണ്. അതുകൂടാതെ വൈകുന്നേരം വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും എത്തുന്ന ഘോഷയാത്രയ്ക്ക് ശേഷം ചെറുതായിട്ട് ഒരു സമ്മേളനമുണ്ട്, ഒരു അനുമോദന സമ്മേളനമുണ്ട്. SSLC, +2, ഡിഗ്രി എടുത്ത കുട്ടികൾക്ക് ഞങ്ങൾ അനുമോദനം നടത്തുന്നുണ്ട്. അതിനുശേഷം ചെറിയ ചെറിയ കലാപരിപാടിയാണ്. ഇതിലൊക്കെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു വിശേഷവുമായി കാണാം. റിജൻ റബല്ലോ, ന്യൂസ് ടുഡേ, കൊച്ചി.